സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 1-2 സ്ഥാനങ്ങൾ നേടിയ സിനാൻ അഹമ്മദിൻ്റെയും അൽ സാബിത്തിൻ്റെയും കഥകൾ തേടിയാണ് ഇന്ന് നമ്മുടെ യാത്ര. സിനാൻ അഹമ്മദ് 2022 7ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ബാലരാമപുരത്ത് ഒരു ജിമ്മ് ഓപ്പൺ ആവുകയും അവിടെ കളിക്കാൻ വേണ്ടി ആ വെക്കേഷൻ സമയത്ത് പോകാൻ വേണ്ടി ചോദിച്ചു. അങ്ങനെ പെർമിഷൻ കൊടുത്ത് പോയി. അവിടെ ചെന്നപ്പോഴേക്കും അതിൻ്റെ ആ ജിമ്മിൻ്റെ ഓണറായ ആസിഫിൻ്റെയും അല്ലമീനും അന്ന് പവർ ലിഫ്റ്റിങ്ങിൽ നല്ല കത്തി നിൽക്കുന്ന സമയമാണ്. ആ പെർഫോമൻസ് കണ്ട് എനിക്കും പവർ ലിഫ്റ്റിങ്ങിൽ ചേരണമെന്നുണ്ടായിരുന്നു. അങ്ങ് ചോദിച്ചു. അങ്ങനെ ആസിഫിൻ്റെ ചോദിച്ച് ഞാൻ അവനെ ചെറിയ പ്രായമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല കുഴപ്പമില്ല, അവന് നല്ല പെർഫോമൻസ് ഉള്ളതാണ്, അവൻ ചെയ്തോളൂ പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരെയും നിർബന്ധത്തിന് പോവുകയും പിന്നെ അതിനുശേഷം അവൻ കഠിനമായിട്ട് അധ്വാനിച്ച് സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നൂരടുത്ത് പോകുന്ന ജിമ്മിലാണ്. ഇതിനു വേണ്ടി ഡയറ്റ് കൺട്രോൾ ചെയ്യുകയും ഫുഡിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്ത് നല്ല പരിശീലിപ്പിച്ച് അങ്ങനെ ആസിഫ് പറഞ്ഞ് നല്ല പെർഫോമൻസാണ്, നമുക്കവനെ പങ്കെടുപ്പിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ 8ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തപ്പോഴേക്കും 5ാം സ്ഥാനത്താണ് വന്നത്. അടുത്ത 9ാം ക്ലാസ്സിലായപ്പോഴേക്കും പുള്ളി 4ാം സ്ഥാനത്തിൽ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ അടുത്തതിൽ ഞാൻ വിന്നറാവും. അങ്ങനെ 10ാം ക്ലാസ് കോമ്പറ്റീഷനിൽ അവൻ്റെ ആഗ്രഹം സാധിച്ചു, ഗോൾഡ് മെഡൽ നേടുകയും ചെയ്തു. സ്റ്റേറ്റ് ലെവലിൽ ഗോൾഡ് മെഡൽ 65 കിലോയിൽ ഗോൾഡ് മെഡൽ നേടുകയും ചെയ്തു. ഒരു 10 ദിവസം മുമ്പ് ഗോവയിൽ നടന്ന ഈ ആൾ ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. അതിൽ 5ാം സ്ഥാനമാണ് വന്നത്. പിന്നെ അത് പങ്കെടുത്തു തന്നെ വലിയൊരു തൃശ്ശൂരിലുണ്ടായിരുന്നു, ആലപ്പുഴ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. പിന്നെ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ പൊഴിയൂരിൽ സ്കൂൾ ലെവലിലുള്ള ഇതിലെല്ലാം പങ്കെടുക്കും. അതിനുവേണ്ടി ഒരുപാട് നല്ല വർക്കൗട്ട് ചെയ്യുകയും പെർഫോമൻസ് ചെയ്യുകയും. അവന് പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഇതാണ്. സ്കൂൾ ലെവലിൽ നസ്രത്തോം സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടുത്തെ പ്രിൻസിപ്പളും ടീച്ചർമാരും അവൻ്റെ സുഹൃത്തുക്കളൊക്കെ നല്ല രീതിയിൽ പുള്ളിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ചോദിച്ചു, അങ്ങനെ പെർമിഷൻ കൊടുത്ത് പോയി. അവിടെ ചെന്നപ്പോഴേക്കും അതിൻ്റെ ആ ജിമ്മിൻ്റെ ഓണറായ ആസിഫിൻ്റെയും അല്ലമീനും അന്ന് പവർ ലിഫ്റ്റിങ്ങിൽ നല്ല കത്തി നിൽക്കുന്ന സമയമാണ്. ആ പെർഫോമൻസ് കണ്ട് എനിക്കും പവർ ലിഫ്റ്റിങ്ങിൽ ചേരണമെന്നുണ്ടായിരുന്നു. അങ്ങ് ചോദിച്ചു. അങ്ങനെ ആസിഫിൻ്റെ ചോദിച്ച് ഞാൻ അവനെ ചെറിയ പ്രായമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല കുഴപ്പമില്ല, അവന് നല്ല നസ്രത്തും സ്കൂളിനെ പ്രതികരിച്ച് സിനാൻ അഹമ്മദ് പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. വളരെ അഭിമാനകരമായ വിധത്തിൽ സംസ്ഥാന തലത്തിൽ ഗോൾഡ് മെഡൽ സ്വന്തമാക്കാൻ സാധിച്ചു. ഇത് വ്യക്തിപരമായി സിനാനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം നിറഞ്ഞ നിമിഷങ്ങളാണ്. സ്കൂൾ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളെ സ്കൂളിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് കഴിവതും പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഇപ്പോൾ ഈ വർഷം തന്നെ അനേകം കുഞ്ഞുങ്ങൾ നമ്മൾ സബ് ഡിസ്ട്രിക്ട് തലത്തിലും അതുപോലെ തന്നെ റവന്യൂ ഡിസ്ട്രിക്ട് തലത്തിലും മത്സരങ്ങളിൽ പങ്കെടുക്കുവാനിടയായി. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു കാര്യമാണ്. സംസ്ഥാന തലത്തിൽ ഇതുവരെ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും സിനാൻ അഹമ്മദിലൂടെ തന്നെ കൂടുതൽ കുഞ്ഞുങ്ങളെ ഈ ഒരു കാര്യത്തിലേക്ക് പ്രചോദിപ്പിക്കാനും കുഞ്ഞുങ്ങളെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. സിനാൻ ഈ നേട്ടം കിട്ടിയത് മറ്റു കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രചോദനമാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. 8ാം ക്ലാസ്സിലാണ് പവർ ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. 8ാം ക്ലാസ്സിൽ സ്കൂൾസ് ചാമ്പ്യൻഷിപ്പിൽ 5ാം സ്ഥാനത്തായിരുന്നു. അത് കഴിഞ്ഞ് 9ാം ക്ലാസ്സിൽ 4ാം സ്ഥാനവും ആയിരുന്നു. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ എറണാകുളത്ത് നടന്ന സ്കൂൾസ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ വാങ്ങിച്ചു. സ്കൂളിൽ ടീച്ചർമാരും ഫാദറും സാറൊക്കെ നല്ല സപ്പോർട്ടാണ്. വീട്ടിലും ഉമ്മായും ബാപ്പായും ഇക്കായും താത്തായും എല്ലാവരും സപ്പോർട്ടാണ് ഇതിനു വേണ്ടി. വേറെ കേരളത്തിൽ ഈ എറണാകുളത്ത് തന്നെ തൃശ്ശൂരിലുണ്ടായിരുന്നു, ആലപ്പുഴ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. പിന്നെ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ പൊഴിയൂരിൽ സ്കൂൾ ലെവലിലുള്ള ഇതിലെല്ലാം പങ്കെടുക്കും. അതിനുവേണ്ടി ഒരുപാട് ഞങ്ങളുടെ സ്കൂളിൻ്റെ തന്നെ വളരെ അഭിമാനമുള്ള ഒരു കുഞ്ഞാണ്. കാരണം ഞങ്ങൾക്ക് KG മുതലേ ഞങ്ങളുടെ ഒരു അസറ്റാണ് സിനാൻ. ഒത്തിരി തവണ അവൻ കായികമേളയിൽ സ്റ്റേറ്റിൽ അവൻ ഞങ്ങളുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അതിൽ 8th സ്റ്റാൻഡേർഡിൽ അവന് ഗോൾഡ് മെഡൽ വിന്നറായിരുന്നു. 9th എനിക്ക് തോന്നുന്നു ലൂസായിട്ടുണ്ട്. 10th അവനിപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് വീണ്ടും അവൻ ഗോൾഡ് മെഡൽ ഞങ്ങളുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നതിലും. പഠിക്കാനും ഏറ്റവും മിടുക്കനായ കുഞ്ഞാണ് അവൻ. ഞങ്ങൾ ഫുൾ A+ പ്രതീക്ഷിക്കുന്ന മോനാണ്.
അതുകൊണ്ട് തന്നെ പഠന നിലവാരത്തിലും അവൻ ഒട്ടും പിന്നിലല്ല. പവർ ലിഫ്റ്റിങ്ങിൽ ചേരണമെന്നുണ്ടായിരുന്നു, അങ്ങ് ചോദിച്ചു. അങ്ങനെ ആസിഫിൻ്റെ ചോദിച്ചു. ഞാൻ അവനെ ചെറിയ പ്രായമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല കുഴപ്പമില്ല, അവന് നല്ല പെർഫോമൻസ് ഉള്ളതാണ്, അവൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരെയും നിർബന്ധത്തിന് പോവുകയും പിന്നെ അതിനുശേഷം അവൻ കഠിനമായിട്ട് അധ്വാനിച്ച് സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നൂരടുത്ത് പോകുന്ന ജിമ്മിലാണ്. ഇതിനു വേണ്ടി ഡയറ്റ് കൺട്രോൾ ചെയ്യുകയും ഫുഡിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്ത് നല്ല പരിശീലിപ്പിച്ചു. ബാലരാമപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് അൽസാബിത്ത്. അവനിപ്പോൾ സ്റ്റേറ്റ് സ്പോർട്സ് ഫെസ്റ്റിൽ പവർ ലിഫ്റ്റിങ്ങിന് 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് സ്റ്റേറ്റ് ലെവൽ. വളരെ അഭിമാനം അർഹിക്കുന്ന, നമുക്ക് സ്കൂളിന് തന്നെ വളരെ ഏറെ അഭിമാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമാണ് അവൻ സമ്മാനിച്ചിരിക്കുന്നത്. അത്രയും നല്ല ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നല്ല അവൻ വരുന്നത്, എന്നിട്ട് കൂടെ അവൻ ഈ ഒരു ഉയരത്തിൽ എത്തിയതിൽ വളരെയധികം സന്തോഷം പ്രിൻസിപ്പൽ എന്ന നിലയിൽ പങ്കുവയ്ക്കുകയാണ്. ഞാൻ എറണാകുളത്ത് നടന്ന പവർ ലിഫ്റ്റ് മത്സരത്തിന് 53 കാറ്റഗറിയിൽ സെക്കൻഡ് നേടിയിട്ടുണ്ട്. സ്കൂളിലായാലും സപ്പോർട്ടാണ്, ടീച്ചർമാർ പ്രിൻസിപ്പാളെല്ലാം സപ്പോർട്ടാണ്. വീട്ടിൽ വലിയച്ഛൻ, പിന്നെ എൻ്റെ ഇക്ക, എൻ്റെ ഉമ്മ, വലിയമ്മ എല്ലാം അവിടെ വീട്ടുകാരും വലിയ സപ്പോർട്ടാണ്. ഒരു 5-6 മത്സരത്തിന് പോയിട്ടുണ്ട്, കുറേ ഇതിനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ നല്ല വാല്യൂ ഉള്ള മത്സരമായിരുന്നു. അത് എൻ്റെ ചേട്ടൻ, എൻ്റെ മാമീൻ്റെ മോനൊക്കെ ഇതിലുണ്ടായിരുന്നു, പവർ ലിഫ്റ്റിലോട്ട് ഉണ്ടായിരുന്നു. അപ്പം അവർ പോകുമ്പം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പോവാൻ. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് പഠിച്ചിരുന്നപ്പോൾ ഞാൻ ആദ്യമായി പോയത്. അപ്പം ജിമ്മിലുള്ള ആസിഫാക്ക, അല്ലമ്മയാക്ക അവരെല്ലാം വലിയ സപ്പോർട്ടാണ്. അവരൊക്കെ മത്സരം എനിക്ക് അവരൊക്കെയാണ് പഠിപ്പിച്ചതെന്ന്. ഇനി +2 ആയാലും കോളേജിലൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് എൻ്റെ താല്പര്യം. കോമ്പറ്റീഷനിൽ പങ്കെടുത്തപ്പോഴേക്കും 5ാം സ്ഥാനത്താണ് വന്നത്. അടുത്ത 9ാം ക്ലാസ്സിലായപ്പോഴേക്കും പുള്ളി 4ാം സ്ഥാനത്തിൽ വന്നു. രണ്ടുപേർക്കും 17-16 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ ജിമ്മ് തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയതാണ് രണ്ടുപേരെയും. വളരെ ചെറിയ പ്രായമാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയൊരു അച്ചീവ്മെൻറ്റാണ് രണ്ടുപേരും നേടിയിരിക്കുന്നത്. വൈകിട്ട് ഇവർ ഒരു 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ 9 മണി വരെ ഇവിടെ ഇവരുണ്ടാവും. ഒരു ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. ഇവരുടെ സീനിയർ പവർ ലിഫ്റ്റേഴ്സ് ഉണ്ടാവും, യൂണിവേഴ്സിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇൻ്റർനാഷണൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ ഏറ്റവും കുഞ്ഞു പിള്ളേരാണ്, ഇവിടുത്തെ ബേബീസാണ് രണ്ടുപേരും. വളരെ വലിയൊരു അച്ചീവ്മെൻറ്റാണ്. പിന്നെ നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായിട്ടും ഈ സ്പോർട്സിന് തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഒരു പ്രൊമോഷനും കിട്ടുന്നില്ല. ഒരുപാട് പിള്ളേരുണ്ട്, ഒരുപാട്. ഇതുപോലെ തന്നെ 66 കിലോഗ്രാമിൽ ഇപ്പോൾ എന്താ ഇവൻ ഗോൾഡ് മെഡലാണ്, 53 കിലോഗ്രാമിൽ സിൽവർ മെഡലാണ്. ആരും അറിഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല, ആർക്കും അറിയണ്ട, ഒരു പത്രത്തിൽ പോലും വന്നില്ല. പക്ഷെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയോ മറ്റുള്ള കീഴിലോ ഒന്നും ചെയ്യാറില്ല. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയാണ് ഇവർ രണ്ടുപേരും മെഡൽ അടിച്ചത്. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി ഗോൾഡ് അടിച്ചതാണ് 66 കിലോഗ്രാമിൽ. സ്പോർട്സ് കൗൺസിലിൽ നിന്നോ നമ്മുടെ ഈ മേഖലയിലുള്ളവരുണ്ട്, നമ്മളൊന്ന് ജസ്റ്റ് വിളിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. എല്ലാവരും വലിയ ബുദ്ധിമുട്ടിയാണ് ഇത് ചെയ്യുന്നത്. പവർ ലിഫ്റ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ഥലം MLA വിൻസെൻ്റ് അണ്ണൻ വന്നു കാണും, അങ്ങനെ എപ്പോഴും പുള്ളിയെ വിളിക്കാറൊക്കെ ഉണ്ട്. MLA ജിമ്മിൽ വരാറുണ്ട്, MLA ജിമ്മിലിടയ്ക്ക് വരാറുണ്ട്, പിള്ളേരെ കാണാനൊക്കെ വരാറുണ്ട്. വലിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ജിമ്മിൽ ആരെങ്കിലും മെഡൽ അടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിച്ചാൽ ഉടനടി തന്നെ ആളെത്തും. കുറച്ചുകൂടി ഗവൺമെൻറ് കൂടി ചെയ്താൽ ഇതുപോലുള്ള ഒരുപാട് കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. ഇത്ര സ്പോർട്സ് ആക്ടിവിറ്റീസിന് നമുക്ക് പ്രൊമോഷൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇക്കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. വഴിതെറ്റിപ്പോകുന്ന പിള്ളേരെ നമുക്ക് കുറച്ചുകൂടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ കുറേ പിള്ളേരുണ്ട്, കുഞ്ഞു പിള്ളേരാണ്. സിനാൻ അഹമ്മദൊക്കെ 8ാം ക്ലാസ് മുതൽ വന്നു തുടങ്ങിയതാണ്. 8ാം ക്ലാസ് മുതൽ വന്നു തുടങ്ങി ഇപ്പോൾ 10ാം ക്ലാസ്സിലായി. 8, 9, 10ാം ക്ലാസ് കറക്റ്റ് ഗ്രോത്തായിട്ട് വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു +2 കഴിയുമ്പോഴേക്ക് ഒരു ജോലിയുടെ സാധ്യത ഉണ്ട്. ജോലിയുടെ സാധ്യത നല്ലതുപോലെ ഉള്ളതാണ്. ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഇവിടെ 2-3 റെയിൽവേ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെയ്യിപ്പിച്ച് റെയിൽവേയിൽ കയറ്റിയ ആൾക്കാരുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, സാമ്പത്തികമായിട്ടും ഭയങ്കരമായിട്ടും. മത്സരത്തിന് പോകുമ്പോൾ ഒരു ബസ് കാശിനോ ഇല്ലാത്ത പിള്ളേർ ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം എല്ലാവരും അറിഞ്ഞ് കണ്ട് ചെയ്തിരുന്നെങ്കിൽ വലിയൊരു നല്ലതായിരുന്നു. ഈ കുട്ടികൾ നേടിയ ആ വലിയ വിജയം കാണാതെ പോയ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒപ്പം സർക്കാർ സംവിധാനമായ സ്പോർട്സ് കൗൺസിലും കുട്ടികളോട് കാണിക്കുന്ന അവഗണനയെ മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ. നാം നൽകുന്ന അംഗീകാരവും പിന്തുണയുമാണ് ഓരോ പുതിയ താരങ്ങളും ഉണ്ടാകുന്നത്. അത്തരം താരോദയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ക്യാമറമാൻ വിനീത് വിജയകുമാറിനൊപ്പം RJ നാഥ്, തിരുവനന്തപുരം.